അധ്യായം 36 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. കൂടാരത്തിന് കരിവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ 2 കുടുമകൾ ഉണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്ക് വശത്ത് 20 പലകകൾ, 20 പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് അവർ 20 പലകകൾ ഉണ്ടാക്കി. ഓരോ പലകയ്ക്കും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകകൾ ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും. അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകകൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേല തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകകൾക്കും 5 അഴികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും 5 അഴികൾ. നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തിരശീലയുണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരുവേല തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി, സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക ഉണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചട്ടങ്ങൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു. കർത്താവിൻ്റെ വചനം.